കണ്ണു നിറയെ കാടിനെ കണ്ടുകൊണ്ടൊരു യാത്ര. ഏകദേശം 100 കിലോമീറ്റർ ദൂരം, 4 മണിക്കൂർ നേരം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലുള്ള ഒരു കൊച്ചു ഗ്രാമം ഗവി. അപ്പോൾ ഇറ്റ്സ് മീ അനു. എല്ലാവർക്കും ഗവി പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 11:30 ആയപ്പോൾ ഗവിയിലെത്തി. KFDCയുടെ ഓൺലൈൻ വെബ്സൈറ്റായ www.kfdcecotourism.com എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് 1 ഡേ സ്റ്റേ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. എത്തിയ ഉടനെ തന്നെ KFDCയുടെ ബുക്കിംഗ് റിസപ്ഷനിൽ പോയി പ്രീ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു. ഇവിടെ എത്തുന്ന ഓരോ ഗ്രൂപ്പിനും ഓരോ ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഗവിയിൽ നിന്ന് തിരിക്കുന്നത് വരെ നമ്മുടെ എന്താവശ്യത്തിനും ആൾ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ റൂം സെറ്റ് ആവാൻ ഒരു അരമണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് KFDCയുടെ 1 ഡേ സ്റ്റേ പ്രോഗ്രാമിൽ എന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ 4 മീൽസ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് എത്തിയത് കൊണ്ട് ലഞ്ച് മുതൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള ഫുഡ് പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു ജംഗിൾ സഫാരി, ഒരു ഫോറസ്റ്റ് ട്രെക്കിംഗ്, ഒരു ബോട്ട് റൈഡ്, ഒരു വാട്ടർഫോൾ വിസിറ്റ്, കൂടാതെ ക്യാമ്പ് ഫയർ. ഇത്രയാണ് 1 ഡേ സ്റ്റേ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓൺലൈൻ വെബ്സൈറ്റിലുണ്ട്. ഏത് ടൈപ്പ് റൂമാണ് വേണ്ടതെന്നുള്ളതൊക്കെ അതിൽ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. അഞ്ച് അഡൾട്ട്സും ഒരു ചൈൽഡും ഉള്ള ഞങ്ങളുടെ ഗ്രൂപ്പിന് 18,939 രൂപയാണ് KFDCയുടെ 1 ഡേ സ്റ്റേ പ്രോഗ്രാം പാക്കേജിന് ചിലവായത്. വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റൂമൊക്കെ റെഡിയായി. ഇനിയൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് 4 മണിക്ക് റെഡിയായി ഇറങ്ങണം. ബോട്ടിങ്ങും വാട്ടർഫോൾ വിസിറ്റും. അരേ വാ, അട്ടസാറൊക്കെ ഉണ്ടല്ലോ. പരിചയപ്പെട്ടില്ലല്ലോ, ഇതാണ് ഞങ്ങളുടെ ഗൈഡ് അഭിഷേക്. ആള് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗവിയെ പറ്റിയും കാടിനെ പറ്റിയും ഒക്കെ നമുക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞും കാണിച്ചും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അതായത് ഓരോ ഗ്രീനും ഓരോ കളറായിരിക്കും. കാരണം എവർ ഗ്രീൻ പ്ലസ് അതില്ലാതെ ഇതിന്റെ വളം ഇത് തന്നെ എടുക്കും. അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ ലീഫ് താഴോട്ട് വീണ് അത് അഴുകി അതിന്റെ വളം അത് തന്നെ എടുക്കും. സോ അത് കാരണം കൊണ്ടാണ് ഈ ഇത്രയ്ക്കും ഗ്രീനിഷ് ആയിട്ട് ഹൈറ്റ് ആയിട്ടുള്ളത്. അത് പകുതി വരെ ഇത് മൊത്തം വെള്ളമായിരിക്കും. ഇതിന് കറക്റ്റ് ഇത് വന്നിട്ട് ശബരിഗിരി ഹൈഡ്രോ പ്രോജക്റ്റിൽ 8 ഡാമുകളുണ്ട്. അതിൽ ആദ്യത്തെ ഡാം ദേവി ഡാമാണ്. ഇവിടെ 8 ഡാംസ് ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് നോക്കിക്കുക, ഇവിടെ എന്റെ പുറകിൽ സ്ട്രെയിറ്റ് നോക്കി ആ എൻഡ് കണ്ടോ. ഇതാണ് നീർവീഴ്ച വാട്ടർഫോൾസ്. വളരെ കാമും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ്. നല്ല തണുത്ത വെള്ളവും ചുറ്റും വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി. ആളുകളൊക്കെ എപ്പോഴും വരുന്നതുകൊണ്ട് തന്നെ വലിയ വഴുക്കലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ സേഫ് ആയിട്ടുള്ളൊരു ഏരിയ ഇത്. ടവലൊക്കെ കരുതിയിട്ട് വന്നാൽ കുളിച്ചിട്ടൊക്കെ തിരിച്ചു പോവാം. അങ്ങനെ കുറേ സമയം വാട്ടർഫോൾസിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു. വണ്ടിയിലൊക്കെ പോകുന്ന വഴിക്ക് കാട്ടാന വല്ലതും ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ പല സംശയങ്ങളായിരുന്നു അമ്മയ്ക്ക്. ഹോർൺ അടിക്കുമ്പോഴും റേസ് ചെയ്യുമ്പോഴും അത് വന്നിട്ട് നമ്മൾ പിന്നെ വന്നിട്ട് അതിനെ ഹണ്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് അത് നമ്മളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. എത്ര അടിപൊളി വ്യൂ ആണെന്ന് നോക്ക്.
വെള്ളത്തിൻ്റെ മങ്ങിങ്ങി കിളികളുടെ ശബ്ദം മാത്രം. ഗവി ശരിക്കും വൺ ഡേ സ്റ്റേ എടുത്ത് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. കാമായിട്ട് സമാധാനമായിട്ട് ഫുൾ പച്ചപ്പും കാടും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാതെ വെറുതെ ഗവി കാണാൻ വേണ്ടി KSRTC കയറി വന്ന ഒരു 4-5 മണിക്കൂർ ബസ്സിൽ കാട്ടുവഴിയിലൂടെ ഇങ്ങനെ പോകാമെന്നേ ഉള്ളൂ. അതല്ലാതെ ഗവിയെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്നിനി നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നാളെ രാവിലെ 6:30 ആകുമ്പോൾ റെഡി ആവണം ജംഗിൾ സഫാരിക്ക്. ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പ്രത്യേകം തന്നെ എടുത്തു പറയണം. നല്ല ടേസ്റ്റി ഫുഡ്. ബുഫേ സെറ്റപ്പില് ആവശ്യമുള്ള അത്രയും കഴിക്കാം. വെജ് ഐറ്റംസും നോൺ വെജ് ഐറ്റംസും ഫ്രൂട്ട്സും എല്ലാം ഉൾപ്പെടും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3 ബുഫേ തന്നെ. ഡിന്നർ കഴിഞ്ഞപ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴയും നല്ല തണുത്ത ക്ലൈമറ്റും ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് അടിപൊളി വൈബ്.